നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാലിയാക്കാൻ പുതിയൊരു തന്ത്രവുമായി ഹാക്കർമാർ എത്തിയിരിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. ഗൂഗിൾ പേയിലെ പോക്കറ്റ് മണി അഥവാ UPI സർക്കിൾ എന്ന ഫീച്ചറിനെയാണ് ഇതിന് പല കാരണമായ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ട്? നിങ്ങളുടെ പണം സുരക്ഷിതമാണോ? ഈ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമേ പറയട്ടെ, വാട്സപ്പിൽ പ്രചരിക്കുന്ന പേടിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ പൂർണ്ണമായും തെറ്റാണ്. ഈ ഫീച്ചർ ഒരു തട്ടിപ്പല്ല. ഭാരത സർക്കാരിന് കീഴിലുള്ള NPCI നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി അവതരിപ്പിച്ച ഒരു UPI സർക്കിൾ എന്ന സംവിധാനമാണിത്. ഡിജിറ്റൽ സാമ്പത്തിക വിനിമയ രംഗത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവരെ കൂടി ഉൾപ്പെടുത്തുക എന്ന വലിയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായാണ് ഇത് നടപ്പിലാക്കുന്നത്. എന്താണ് പോക്കറ്റ് മണി അല്ലെങ്കിൽ UPI സർക്കിൾ? വളരെ ലളിതമായി പറയുകയാണെങ്കിൽ, സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഒരാൾക്ക് മറ്റൊരാളുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഡിജിറ്റൽ ഇടപാടുകൾ നടത്താനുള്ള ഒരു അനുവാദം നൽകുന്നതാണ് ഈ ഫീച്ചർ. ഇതിലൊരു പ്രൈമറി യൂസർ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഒരു പണം ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾ. അവർക്ക് 5 പേരെ വരെ സെക്കൻഡറി യൂസർമാരായിട്ട് ചേർക്കാൻ പറ്റും. മക്കൾക്കോ പ്രായമായിട്ടുള്ള ആളുകൾക്കോ അക്കൗണ്ട് ഇല്ലാത്ത കുടുംബാംഗങ്ങൾക്കോ ഇനി പണം കൈവശം വെക്കാതെ തന്നെ ഗൂഗിൾ പേ വഴി സാധനങ്ങൾ വാങ്ങിക്കാം. ഇത് എങ്ങനെയാണ് സുരക്ഷിതമാകുന്നത് എന്ന് നമുക്ക് പലർക്കും സംശയമുണ്ടാകാം. ഇവിടെ രക്ഷിതാക്കൾക്ക് പൂർണ്ണമായ നിയന്ത്രണം നൽകുന്ന 2 സുരക്ഷാ സംവിധാനങ്ങളുണ്ട്. ലിമിറ്റ് നിശ്ചയിക്കൽ. സെക്കൻഡറി ഉപഭോക്താവിന് ഒരു മാസം ചെലവഴിക്കാവുന്ന പരമാവധി തുക നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇത് ഒരു 15,000 രൂപ വരെ ആകാം. ഈ ഒരു തുകയ്ക്കുള്ളിൽ നിൽക്കുന്ന ഇടപാടുകൾക്ക് നിങ്ങളുടെ ഓരോ തവണത്തെയും അനുവാദം ആവശ്യമില്ല. അപ്രൂവൽ സംവിധാനം. രണ്ടാമത്തെ രീതിയിൽ സെക്കൻഡറി യൂസർ കടയിൽ പോയി QR കോഡ് സ്കാൻ ചെയ്താൽ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു റിക്വസ്റ്റ് വരും. നിങ്ങൾ ആ റിക്വസ്റ്റ് കണ്ട് ബോധ്യപ്പെട്ട ശേഷം നിങ്ങളുടെ UPI പിന്ന് നൽകിയാൽ മാത്രമേ ആ ഒരു പണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോകത്തുള്ളൂ. എന്തിനാണ് ഇത്തരമൊരു സംവിധാനം? സാമ്പത്തിക അച്ചടക്കം. കുട്ടികൾ എവിടെയൊക്കെ പണം ചെലവാക്കുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. സുരക്ഷ. അനാവശ്യമായിട്ട് കുട്ടികളുടെ കയ്യിൽ ലിക്വിഡ് കാശ് കൊടുത്തു വിടുന്നതിലെ അപകടം നമുക്കിതിലൂടെ ഒഴിവാക്കാൻ പറ്റും. പഠനം. ചെറുപ്പത്തിലെ കുട്ടികൾക്ക് സാമ്പത്തിക ഉത്തരവാദിത്തം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം സഹായിക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യ മാറുന്നതിനനുസരിച്ച് ഭയപ്പെടുകയല്ല, മറിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഗൂഗിൾ പേയിലെ പോക്കറ്റ് മണി ഫീച്ചർ നിങ്ങളുടെ അക്കൗണ്ട് കാലിയാക്കില്ല, മറിച്ച് നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സ്മാർട്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക. ആധികാരികമായിട്ടുള്ള വിവരങ്ങൾക്കായിട്ട് ബാങ്കുകളുമായോ ഔദ്യോഗിക വെബ്സൈറ്റുകളുമായോ ബന്ധപ്പെടുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ സേതുലാൽ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം കാണുന്നവരെ ഇറ്റ്സ് മീ സേതുലാൽ സൈനിങ് ഓഫ്. ബൈ.